എന്ന നിലയിൽ ആക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാവരെയും ആക്ഷേപിക്കണ്ടേ? എന്റെ കയ്യിലുള്ള ഈ പുസ്തകം ബഹുമാനായ പണ്ഡിതന് സുഹൈർ ചുങ്കത്ര എഴുതിയിരിക്കുന്ന ബഹുഭാര്യത്വം എന്ന പുസ്തകമാണ്. ഈ ബഹുഭാര്യത്വം എന്ന പുസ്തകത്തിലെ അദ്ദേഹത്തിന്റെ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പള്ളികൾ, അവിടെ ഇമാമും ഖത്തീബും മുഅദ്ദിനും കമ്മിറ്റിയും, ആയിരക്കണക്കിന് കമ്മിറ്റി ഓഫീസുകൾ, വിവാഹ സഹായ സമിതികൾ, സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ആരെയെങ്കിലും സമീപിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതകൾക്കുണ്ടാവണം എന്ന് ഞാൻ ആശിക്കുന്നു. അത് നടപ്പാകുന്ന ഒരു നല്ല നാളെ ഞാൻ സ്വപ്നം കാണുന്നു. ഞാൻ അവളെ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ചുണക്കുട്ടികൾ എഴുന്നേൽക്കുന്ന ഒരു നല്ല നാളെ, അവിവാഹിതകളുടെയും വിധവകളുടെയും വിവാഹമോചിതകളുടെയും പ്രശ്നം പരിഹരിക്കുന്ന നാളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുന്നു. ഇവിടെ സൂചിപ്പിച്ചത്, ഈ നാട്ടിലൊരു പെൺകുട്ടിക്ക് വന്നൊരു പള്ളിയിലെ ഇമാമിനോട് എന്നെ താങ്കൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു നാളെ ഉണ്ടാവണം. അങ്ങനെ ആ ഇമാം അടക്കമുള്ള ആളുകൾക്ക് ആ പെൺകുട്ടിയെ സ്വീകരിക്കുവാനുള്ള ധൈര്യമുണ്ടാകണം, അതിലുള്ള സാഹചര്യം ഉണ്ടാകണം. അവരെ ചുണക്കുട്ടികളായി സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനുള്ള അർഹത ലോകത്തൊരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. റസൂലിനപ്പുറം ലോകത്താർക്കും അതില്ല. അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആ ആയത്തിനെ തന്നെ നേർക്കുനേരെ എതിർത്തുകൊണ്ട്, ആ ആയത്തിന്റെ ഖണ്ഡനമായി, ആ ആയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായി ബഹുമാനായ സുഹൈർ ചുങ്കത്തറ ഇങ്ങനെ എഴുതിയിട്ടും അദ്ദേഹത്തിന് നേരെ ആരും ആദർശ വ്യതിയാനം ആരോപിച്ചില്ല. ആരോപിച്ചൊരൊറ്റ വ്യക്തിയുള്ളൂ. ആരാന്നറിയാമോ? അത് എം എൻ കാരശ്ശേരി. ഇതിന്റെ പേരിലല്ല, ബഹുഭാരത്തിന് മൊത്തം പേരിലാണ്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പറുമല്ല. അപ്പോ ഇവരാരും, ഈ പണ്ഡിതന്മാരാരും അദ്ദേഹത്തിന് ആദർശ വ്യതിയാനം ആരോപിച്ചത് എന്തുകൊണ്ട്? അദ്ദേഹം ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് മാത്രം വ്യതിയാനം ആരോപിക്കാതിരിക്കുകയും